സ്വതന്ത്ര പലസ്തീൻ സാധ്യമാക്കണമെന്ന് നിലപാട് ആവർത്തിച്ച് കെയ്റോയിൽ അറബ് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിക്ക് തുടക്കം. ഗസയിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കവും രാഷ്ട്രങ്ങൾ തള്ളുകയാണ്. ഗസ പുനർനിർമ്മാണത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ലക്ഷ്യങ്ങൾക്ക് ബദലായി പലസ്തീനികളെ ഗസയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള $53 ബില്യൺ ബദൽ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ടാണ് അറബ് ഉച്ചകോടിക്ക് തുടക്കം കുറിക്കുന്നത്. ഗസയെ സമയബന്ധിതമായി പുനർനിർമ്മിക്കുക, സുരക്ഷാ സംവിധാനം ഒരുക്കുക, ഭരണമാറ്റത്തിൽ തീരുമാനമെടുക്കുക എന്നിവയായിരുന്നു ഉച്ചകോടിയിലെ പ്രധാന വിഷയങ്ങൾ. ഇവ പ്രാബല്യത്തിൽ വരണമെങ്കിൽ ശാശ്വത സമാധാനം നിലവിൽ വരണം. അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഭരണ സംവിധാനത്തിന് രൂപം നൽകാനാണ് അറബ് രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വച്ച ഈ ബദൽ പദ്ധതിയെ പൂർണ്ണമായി എതിർക്കുന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ് ഗാസ. അവിടെ വേണ്ട മാനുഷിക സഹായങ്ങൾ നൽകാൻ പോലും ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. പക്ഷേ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതിയെ ഒരു പരിധിവരെ അംഗീകരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയുടെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ഗസയിൽ നിന്ന് പലസ്തീനികളെ കുടിയിറക്കി വിട്ടുകൊണ്ട് ഗസയിൽ ബഹുനില കെട്ടിടങ്ങളും മറ്റ് പണിതുയർത്തി ഗസയെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഗസയിൽ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെന്നും മറ്റേത് രാജ്യത്താണെങ്കിലും അവരുടെ അവസ്ഥ മെച്ചമായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന പലസ്തീനികളെ ഏറ്റെടുക്കാൻ ട്രംപ് ഈജിപ്റ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അറബ് ലോകം മുഴുവൻ ട്രംപിൻ്റെ നിലപാടിനെതിരെ അതിശക്തമായി തന്നെ രംഗത്ത് വന്നു. ഗസയിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുനർനിർമ്മാണ പദ്ധതിക്ക് തയ്യാറല്ലെന്നാണ് അറബ് രാജ്യങ്ങൾ അറിയിച്ചത്. ഹമാസിനെ അധികാര സ്ഥാനത്ത് നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടുള്ളൊരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലൊരു പ്രേതഭൂമിയാണ് ഗസ. $53 ബില്യൺ പുനർനിർമ്മാണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗസയിൽ 2 ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടി വരും. ഹമാസിനെ ഒഴിവാക്കി ഒരു ഭരണനിർവഹണ സമിതി ഉണ്ടാക്കും. സൗദി അറേബ്യ, UAE, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ കുറച്ചു നാളായി ഈ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. ഗസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് രാജ്യങ്ങളുടെ ശ്രമത്തിന് UN മേധാവി അന്റോണിയോ ഗുട്ടറസ് പിന്തുണ നൽകിയിട്ടുണ്ട്. ഗസയിൽ ഭരണകാര്യങ്ങൾക്കായി ഒരു സ്വതന്ത്ര സമിതിക്കായി ശ്രമങ്ങൾ നടത്തുകയാണെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സ്വതന്ത്ര പലസ്തീൻ അംഗീകരിക്കാതെ ഗസയിൽ സമാധാനം ഉണ്ടാവില്ല. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുകയും സ്വതന്ത്ര പലസ്തീൻ അംഗീകരിക്കുകയുമാണ് അനിവാര്യമെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു. എന്തായാലും ട്രംപിൻ്റെ ഗസ ഏറ്റെടുക്കൽ പദ്ധതിക്ക് ബദലായി അറബ് ഉച്ചകോടിയിൽ ഈജിപ്റ്റ് അവതരിപ്പിക്കുന്ന ഈ പദ്ധതിയെ ലോകരാജ്യങ്ങളും സ്വാഗതം ചെയ്യുകയാണ്.